എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ബയാ ഹമാരി ചിടിയാറാണി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബാരിഷ് കെ ബാദ് എന്ന പാഠഭാഗമായിരുന്നു. അതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമുക്ക് നോക്കാം. ബയാ ഹമാരി ചിടിയാറാണി. ഈ ബയ എന്ന് പറയുന്നത് തൂക്കണാങ്കുരുവീനെയാണ്. നിങ്ങൾക്കറിയായിരിക്കും, പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല പേരിലാണ് അത് അറിയപ്പെടുന്നത്. അടയ്ക്കാക്കുരുവി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന മനോഹരമായ കുരുവിയാണത്. പിന്നെ ഹമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ, ചിടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി, റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂൻ അഥവാ രാജ്ഞി. ഈ കവിത എഴുതിയിരിക്കുന്നത് മഹാദേവി വർമ്മ ആണ്. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ബയാ ഹമാരി ചിടിയ റാണി തിൻകെ ലാക്കർ മഹൽ ബനാത്തി ऊंची टालों पर लड़काती हेत से फिर दाना लाती नदियों से फिर लाती पानी. അർത്ഥം നോക്കാം. പയാ ഹമാരി അതായത് തൂക്കണാങ്കുരുവി, ഹമാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ, ചിടിയ റാണി, ചിടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി, റാണി എന്ന് പറഞ്ഞാൽ രാജ്ഞി, അതായത് പക്ഷികളുടെ രാജ്ഞിയായിട്ടാണ് നമ്മുടെ തൂക്കണാങ്കുരുവിനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. തിൻകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുല്ലിൻ്റെ നാരുകളില്ലേ, അതായത് ചെറിയ പീസുകൾ, അതുകൊണ്ട് അവർ കൂടുണ്ടാക്കുന്നത്. അവരുടെ കൂട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ചെറിയ വൈക്കോൽ പീസ് പോലെയുള്ള നാരുകൾ കൊണ്ടാണ് അവർ കൂടുണ്ടാക്കുന്നത്. തിൻകെ ലാക്കർ കൊണ്ടുവന്ന്, മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരമാണ്, ബനാത്തി ഉണ്ടാക്കി, അതായത് അത് അതിൻ്റെ കൂടുണ്ടാക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടുണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യും? ഊഞ്ചി ഡാലോംബർ ലടുക്കാത്തി. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? കൂടുണ്ടാക്കിയിട്ട് ഊഞ്ചി, ഉയരമുള്ള, ഡാലോംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ ശാഖകളില്ലേ, അതിൽ ലടുക്കാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയിടുമെന്ന്. അതായത് അവർ കൂടുണ്ടാക്കിയ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൂടുണ്ടാക്കിയിട്ട് അത് മരക്കൊമ്പുകളിൽ തൂക്കിയിടും. ഹേത്തോം സെ ഫിർ ദാനാലാത്തി. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? ഹേത്ത് എന്താണ്? വയലിൽ പോയി, ഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട്, ദാന എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യം, ലാത്തി കൊണ്ടുവരും. ഹേത്തോം സെ ഫിർ ദാന ലാത്തി. വയലിൽ പോയിട്ട് അവർ ധാന്യം കൊത്തിക്കൊണ്ടുവരും അവർക്ക് കഴിക്കാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. പിന്നെന്താ ചെയ്യുന്നേ? നദിയോം സെ ഫർ ലാത്തി പാനി. നദിയോം സെ നദികളിൽ നിന്ന്, ഫർ ലാത്തി പാനി നിറച്ചുകൊണ്ട് വരും വെള്ളം. അവർ കുടിക്കാനുള്ള വെള്ളം ശേഖരിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. ബയാ ഹമാരി ചിടിയ റാണി തിൻകെ ലാക്കർ മഹൽ ബനാത്തി ഊഞ്ചി ടാലോം പർ ലടുക്കാത്തി ഹേത്ത് സെ ഫിർ ദാന ലാത്തി നദിയോം സെ ഫർ ലാത്തി പാനി. അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗത്ത് രണ്ട് കുട്ടികൾ ഈ നമ്മുടെ തൂക്കണാങ്കുരുവിയോട് സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. തുജ്കോ ദൂർ ന ജാനേ ദെങ്കെ. തുജ്കോ നിന്നെ, ദൂർ ന ജാനേ ദെങ്കെ ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ, ജാനേ ദെങ്കെ പോകാൻ, ന ജാനേ ദെങ്കെ എന്നാണ്, അപ്പോൾ പോകാൻ അനുവദിക്കുകയില്ല. തുജ്കോ നിന്നെ, ദൂർ ദൂരെ, ജാനേ ന ദേങ്കെ പോകാൻ അനുവദിക്കില്ല. അതായത് കുരുവികളോട് പറയുകയാണ്, ദൂരേക്ക് പോകാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. ആ കുട്ടികൾ പറയുകയാണ് കേട്ടോ. ഇനി എന്തൊക്കെ ചെയ്തു കൊടുക്കാമെന്നാണ് കുട്ടികൾ പറയുന്നത്? ദാനോം സെ ആങ്കൺ ഫർ ദെങ്കെ. ധാന്യങ്ങൾ കൊണ്ട്, ആങ്കൺ എന്താണ്? മുറ്റം, ഫർ ദെങ്കെ നിറയ്ക്കും. അതായത് നീ ഭക്ഷണം അന്വേഷിച്ച് വയലിലേക്കൊന്നും പോകണ്ട, മുറ്റം നിറയെ ഞങ്ങൾ ധാന്യങ്ങൾ ഇട്ട് തരാം. പിന്നെ എന്ത് ചെയ്യും? അവർ ഹോജുമെ ഫർ ദെങ്കെ ഹം മീട്ടാ മീട്ടാ ടണ്ടാ പാനി. നീ നദിയിൽ പോയി വെള്ളം എടുക്കുകയൊന്നും വേണ്ട, അങ്ങനെയല്ല കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർ ഹോജുമേ എന്ന് പറഞ്ഞാൽ വലിയ പാത്രത്തിൽ വെള്ളം വെക്കുന്ന, പക്ഷികൾക്കൊക്കെ കുടിക്കാൻ വെക്കുന്ന വലിയ പാത്രത്തിൽ, ഫർ ദേങ്കേ ഹം നിറയ്ക്കും ഞങ്ങൾ. എന്നതാ നിറയ്ക്കുന്നത്? മീട്ടാ മധുരമുള്ള, ടണ്ടാ പാനി തണുത്ത പാനി. ടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തത്, മീട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരമുള്ളത്. അപ്പം വലിയ പാത്രത്തിൽ ഞങ്ങൾ വെള്ളം നിറച്ച് വയ്ക്കാം, നീ അതിനു വേണ്ടി പോകണ്ട, മുറ്റം നിറയെ ഞങ്ങൾ ധാന്യങ്ങളും ഇട്ട് തരാം, നീ എങ്ങോട്ടും പോകരുതെന്നാണ് കുരുവിയോട് കുട്ടികൾ പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. തുജുക്കോ ദൂർ ന ജാനേ ദേങ്കെ, दानों से आंगन पर देंगे,
और हौज में भर देंगे हम मीठा मीठा ठंडा पानी. ഇനി എന്നതാണെന്ന് നോക്കാം അടുത്തത്. फिर अंडे सेएगी तू जब निकलेंगे नन्हे बच्चे तब. ഫിർ പിന്നീട് അണ്ടേ സേയേഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട എന്നാണ്. സേയേഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കോഴിമുട്ട പിറക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ കോഴി അടയിരിക്കും. അതിന് ആ കോഴിയുടെ ശരീരത്തിൽ നിന്നുള്ള ചൂടേറ്റിട്ടാണ് ആ മുട്ട വിരിയുന്നത്. അതുപോലെ ഈ തൂക്കണാംകുരുവിയോട് പറയുകയാണ്, അണ്ടേ സേയേഗി, നീ മുട്ടയ്ക്ക് അടയിരിക്കും. അന്നേരം എന്ത് സംഭവിക്കും? നിഗലേങ്കെ നന്നെ ബെച്ചേ തബ്. നിഗലേങ്കെ പുറത്തു വരും. നന്നെ ബെച്ചേ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾ. അന്നേരം എന്താണ്? നീ മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ പുറത്തു വരും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഹം ആക്കർ ബാരി ബാരി സേ കർലേങ്കെ ഉൻകി നിഹ്റാണി. ഹം ഞങ്ങൾ, ആക്കർ വന്നിട്ട്, ബാരി ബാരീസേ അതായത് ഊഴം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഒരാൾ കഴിയുമ്പോൾ ഒരാൾ അങ്ങനെ മാറി മാറി ബാരി ബാരീസ് എന്ന് പറഞ്ഞ ഊഴമനുസരിച്ച് കർലേങ്കെ ഉൻകി നിഹ്റാണി, അതുങ്ങളെ സംരക്ഷിച്ചോളാം. നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അതുപോലെ നിൻ്റെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ തൂക്കണാംകുരുവിയോട് പറയുകയാണ് കേട്ടോ. ഒന്നുകൂടെ വായിച്ച് നോക്കാം. ഫിർ അണ്ടേ സേയേഗി തു ജബ് നിഗലേങ്കെ നന്നെ ബच्चे तब हम आकर बारी बारी से कर लेंगे उनकी निगरानी. അടുത്തത് നോക്കാം. फिर जब उनके पर निकलेंगे उड़ जाएंगे बाया बनेंगे हम तब तेरे पास रहेंगे तो रोना मत चिड़िया रानी. ഫിർ പിന്നീട് ജബ് ഉൻകെ പർ നിഗലേങ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർ നിഗലേങ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറക്. പർ എന്ന് പറയുന്നത് ചിറകാണ്. നിഗലേങ്കെ അത് മുളച്ചു വരും, അതായത് കുഞ്ഞുങ്ങൾക്ക് ചിറക് മുളച്ചു വരും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒടിജായെങ്കെ പറന്നു പോകും. ബായ ബനേങ്കെ അതുങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതിന് ചിറക് മുളയ്ക്കുകയും അത് പറന്നു പോവുകയും ചെയ്യും. എന്നിട്ട് വലിയ തൂക്കണാംകുരുവികളായി കഴിയുമ്പോൾ അവർ ഈ കൂട്ടിൽ നിന്ന് വേറെ കൂട്ടിലേക്ക് പോകുമല്ലോ, അവർ സ്വയം പറന്നു പോകുമല്ലോ. അങ്ങനെ ആകുമെന്നാണ് ഇവിടെ കുട്ടികൾ പറയുന്നത്. ഫിർ ജബ് ഉൻകെ പർ നിഗലേങ്കെ ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ ഹം തബ് തേരെ പാസ് രഹേങ്കെ. ഹം ഞങ്ങൾ തബ് അപ്പോഴും തേരെ പാസ് നിൻ്റെ, തേരെ എന്ന് പറഞ്ഞാൽ നിൻ്റെ, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, രഹേങ്കെ നിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ അന്നേരവും കാണും. നിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നു പോയാലും ഞങ്ങൾ നിൻ്റെ അടുത്ത് ഉണ്ടാവും. തു റോനാമത്ത്, നീ റോന കരയരുത്. റോനാമത്ത് എന്ന് പറഞ്ഞാൽ കരയരുത്. റോന എന്ന് പറഞ്ഞാൽ കരയുക എന്നാണ്. മത്ത് എന്ന് പറയുമ്പം കരയരുത്. ചിടിയ റാണി, പക്ഷികളുടെ റാണി, നീ കരയരുത്. നിൻ്റെ കുഞ്ഞുങ്ങൾ പോയാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഫിർ ജബ് ഉൻകെ പർ നിഗലേങ്കെ ഉഡ് ജായേങ്കെ ബായാ ബനേങ്കെ हम तब तेरे पास रहेंगे तो रोना मत चिड़िया റാണി ഭയാ ഹമാരി ചിടിയ റാണി. ഇത്രയാണ്. നല്ലൊരു കവിതയായിരുന്നു. ഇത് എഴുതിയിരിക്കുന്ന മഹാദേവി വർമ്മയാണ്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും ബാക്കിയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.